ഞാൻ 1999 ഇന്ത്യൻ നേവിയിൽ നിന്ന് പാസ് ഔട്ടായ ഒരു കൊമേഴ്ഷ്യൽ ഡൈവറാണ്. ഡൈവിംഗ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഗെയിമാണ്. ഇതുവരെ കുറേ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പണിയെടുത്തു. ഇനി എനിക്ക് വേണ്ടി പണിയെടുത്താലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ആശയത്തിലേക്ക് വന്നത്. പെട്രോൾ പോലെയോ ഡീസൽ പോലെയോ അല്ല. വണ്ടി നിന്നാൽ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും കന്നാസിൽ മേടിച്ചു കൊണ്ടൊന്നും ഒഴിക്കാൻ കഴിയില്ല. ഇതിന് ചാർജിങ് സ്റ്റേഷൻ തന്നെ വേണം. 30% ബിലോ ആകുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി കൂടും. നമ്മൾ പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. വണ്ടികൾക്കനുസരിച്ച് ചാർജിങ് സ്റ്റേഷൻ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. എവറി 6 months ഏകദേശം 100% യൂട്ടിലൈസേഷൻ ഗ്രോത്ത് ഉണ്ട് ഇന്ന് മാർക്കറ്റിൽ. കേരളത്തിൽ ദിവസം 2-3 വണ്ടികൾ വന്നിരുന്ന സ്ഥലത്തുകളൊക്കെ ഇന്നിപ്പോൾ 2025 15-20 വണ്ടികൾ ഡെയിലി ചാർജ് ചെയ്യുന്നുണ്ട്. ടെസ്ല പോലെയുള്ള ബിഗ്ഗർ പ്ലേയേഴ്സ് നാളെ വരികയാണെങ്കിൽ ടെസ്ലയ്ക്ക് US അല്ലെങ്കിൽ അതേപോലെ തന്നെ യൂറോപ്പിലോ പ്രോബ്ലം സോൾവ് ചെയ്ത പോലെ അത്ര ഈസി അല്ല. ഇത്രയും വലിയ ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്തിൽ ഇത്രയും നമ്പേഴ്സ് ഓഫ് ചാർജേഴ്സ് വെക്കുക എന്ന് പറയുന്നത്. 1:20 എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് വെച്ചാണെങ്കിൽ ഇവിടെ ഒരു 39 ലക്ഷം ചാർജ് എങ്കിലും വേണമെന്നാണ്. അല്ല, അതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി അല്ല അങ്ങനെയാണെങ്കിൽ. ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി ഹ്യൂജാണ്. പക്ഷെ അതിൻ്റെ മറുഭാഗം കൂടി നമ്മൾ ചിന്തിക്കണം. അതിനുള്ള പവർ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്തൊരു വൈഡ് മാർക്കറ്റാണ്. 3 ഘടകങ്ങളെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ. ക്ലീൻ എനർജി, സസ്റ്റൈനബിൾ മൊബിലിറ്റി എന്നീ ലക്ഷ്യങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ഇലക്ട്രിക് വാഹന വിപണി. നമ്മുടെ ഗതാഗത സങ്കല്പങ്ങളെ അടിമുടി മാറ്റുന്ന ഈ പുത്തൻ വാഹനങ്ങൾക്ക് ഊർജം പകരാൻ വഴിനീളെ ചാർജിംഗ് സ്റ്റേഷനുകൾ. സ്വയം നിർമ്മിച്ച ചാർജറുകളുമായി കേരളത്തിന്റെ സ്വന്തം കമ്പനി ഗോ ഈസി. അതിന്റെ സഹസ്ഥാപകൻ CEO PG രാംനാഥ്. കേരളത്തിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇതുവരെയുള്ളൊരു ചരിത്രം എങ്ങനെയാണ്? കേരളത്തിലെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ അഡോപ്ഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷത്തോളമായി. അന്ന് ആദ്യം മഹീന്ദ്രയാണ് ചെറിയൊരു റെവീറ്റ എന്നൊക്കെ പറയുന്ന വെഹിക്കിൾസൊക്കെ ഇറക്കിയത്. അന്ന് കുറേ കമ്പനി ബേസ് ചെയ്തിട്ടാണ് ആ വണ്ടികൾ വിറ്റഴിക്കാൻ കഴിഞ്ഞത്. പക്ഷെ പെട്ടെന്നൊരു ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്കുള്ളൊരു സ്വിച്ചിങ് എന്ന് സംഭവിച്ചത് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിലാണ്. ആ ഒരു ഇമ്മീഡിയറ്റ് സ്വിച്ചിങ്ങിലേക്ക് വന്നത്. ആദ്യമൊക്കെ ആൾക്കാർ വണ്ടികൾ ഇറങ്ങിയപ്പോൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. പിന്നെ മലയാളികൾ എന്നും ചലഞ്ച് എടുക്കുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്നും പ്രൈവറ്റ് വെഹിക്കിൾസ് വിറ്റഴിക്കാൻ പറ്റുന്നത്. പ്രൈവറ്റ് ആയിട്ടുള്ള EVs വിറ്റഴിക്കുന്നത്. തുടക്കത്തിൽ വന്ന വണ്ടികളിലെല്ലാവരും ഒരു സിറ്റി ഡ്രൈവിന് വേണ്ടിയിട്ടാണ് വെഹിക്കിൾസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്പേഴ്സ് കൂടുകയും പുതിയ പുതിയ OEMs പുതിയ EVs ഇൻട്രൊഡ്യൂസ് ചെയ്തതും ബേസിസ് ആയിട്ട് ആൾക്കാരതിനെ പ്രൈം കാറായിട്ട് ഫസ്റ്റ് പ്രൈമറി കാറായിട്ട് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. 2024 മിഡോടുകൂടിയാണ് ഏറ്റവും കൂടുതൽ EVസിൻ്റെ അഡോപ്ഷനും അതേപോലെ തന്നെ മാനുഫാക്ചർ സെഗ്മെൻറ്റിൽ ഓരോ OEMസും EVs ഓൺ റോഡിൽ ഇറക്കിയത്. 24 മുതൽ 25 തുടക്കത്തിലൊക്കെ അഡോപ്ഷൻ വളരെയധികം ഹ്യൂജായിട്ട് വർദ്ധിച്ചു. തുടക്കത്തിൽ ലെസ് ദാൻ 1% ആണെങ്കിൽ ഇന്ന് ഏകദേശം അഡോപ്ഷൻ എന്ന് പറയുന്നത് 10% ഉണ്ട്. എല്ലാവരും പ്രൈമറി കാറുകളായി. ഇപ്പോൾ എല്ലാവരിലും 2-3 കാർ ഉണ്ടാവണമെന്നില്ല, ഒരു വണ്ടിയായിരിക്കും. ആ പ്രൈമറി വണ്ടിയിലേക്ക് പോലും EVയിലേക്കുള്ള അഡോപ്ഷൻ്റെ കൾച്ചർ 2025 വളരെയധികം കൂടി. തുടക്കം മുതലുണ്ടായിരുന്ന 2 പ്രധാന കൺസേൺസ് ഈ യൂസേഴ്സിന്റെ കൺസേൺ എന്ന് പറയുന്നത്, ഒന്ന് റേഞ്ച് ആങ്സൈറ്റി ആയിരുന്നു, മറ്റത് ചാർജർ പോയിന്റ് അവൈലബിലിറ്റി ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട്? ടാറ്റ പവറാണ് ആദ്യമായിട്ട് ചാർജേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങിയത് അക്രോസ് ഇന്ത്യ. കേരളത്തിൽ മാത്രമല്ല, അക്രോസ് ഇന്ത്യ. അങ്ങനെ ടാറ്റ പവർ വെച്ച ചാർജേഴ്സ് മതിയാവുന്നതാണ് ടാറ്റ ഇനീഷ്യൽ സ്റ്റേജിൽ വണ്ടികൾ കൊണ്ടുവന്നപ്പോൾ അവർ ചിന്തിച്ചത്. പിന്നീട് നമ്പേഴ്സ് കൂടി തുടങ്ങിയപ്പോൾ തുടക്ക കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ്, പ്രൈമറി വെഹിക്കിൾ അല്ല, സെക്കൻഡറി ഓർ തേർഡ് വെഹിക്കിൾ ആയിട്ടാണ് എല്ലാവരും സിറ്റി ഡ്രൈവാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സോളാർ ഉണ്ടാവും, വീട്ടിലല്ലെങ്കിൽ ചാർജ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ഇതൊരു കൊള്ളലാഭമാണല്ലോ. ₹1-2 ചിലവുള്ളൂ പെർ കിലോമീറ്റർ ഇത് റൈഡ് ചെയ്യാനായിട്ട്. ഒരു IC എഞ്ചിനാണെങ്കിൽ 10 മുതൽ 15 രൂപ വരെയുള്ള ചിലവുണ്ട്. അപ്പോൾ ആൾക്കാർ ദൂരെ യാത്രയ്ക്ക് പിക്ക് ചെയ്ത് തുടങ്ങി. പക്ഷേ ദൂരെ യാത്രകളിൽ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഷോർട്ടേജ് എന്തായിരുന്നു? ചാർജിങ് സ്റ്റേഷൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്നുള്ളതായിരുന്നു. ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ ആണെങ്കിലും അത് ചിലതും പലതും ഇപ്പോൾ KSEB ഇൻസ്റ്റാൾ ചെയ്ത പല ചാർജിങ് സ്റ്റേഷനിലും പല റിമോട്ട് ഏരിയകളിലാണ്, പ്രൈം ഏരിയകളിലില്ല. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ചാർജേഴ്സ് ഓപ്പറേഷണൽ ആയിരുന്നില്ല. അന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആർക്കും അത്ര വെഹിക്കിൾസും ഇല്ല എന്നുള്ളത് പരമായ സത്യമാണ്. പിന്നീട് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾ ഇനീഷ്യേറ്റ് എടുത്ത്, അതേപോലെ ഞങ്ങളെപ്പോലെയുള്ള കമ്പനികൾ ഇനീഷ്യേറ്റ് എടുത്തിട്ടാണ് ചാർജിങ് സ്റ്റേഷൻസ് പ്രൈം ആയിട്ടുള്ള ലൊക്കേഷനിൽ വെച്ച് തുടങ്ങിയത്. കാരണം ഈ 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ലൊക്കേഷൻ നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നമുക്കൊന്ന് ഫ്രഷപ്പ് ആവണം, ഒരു ചായ കുടിക്കണം, വാഷ്റൂംസ് ഉപയോഗിക്കണം. അപ്പം ഞങ്ങളൊക്കെ ഗോയിസിയൊക്കെ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചാർജിങ് സ്റ്റേഷൻസും നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ റെസ്റ്റോറൻറ്റ്സ്
അല്ലെങ്കിൽ ഹോട്ടൽസ്, മാൾസ് എന്നുള്ള പ്രൈം ലൊക്കേഷൻ, അതും ഹൈവേനോട് ചേർന്നിട്ടുള്ള, സ്റ്റേറ്റും നാഷണൽ ഹൈവേനോട് ചേർന്നിട്ട്. അപ്പോൾ ആ ഒരു നമ്പേഴ്സ് ഓഫ് ചാർജിങ് സ്റ്റേഷൻ്റെ വർധനവ് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വണ്ടി എടുക്കാനുള്ളൊരു ഷുവർട്ടി, അവരുടെ ഒരു ഗ്യാരണ്ടി, അവർക്ക് ആ ഒരു കോൺഫിഡൻസും കൂടി കിട്ടി. അതിൻ്റെ മുകളിലാണ് വണ്ടികൾ ഇത്രയധികം വിറ്റഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ, ഇഫ് ദ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുകയാണ് വണ്ടികൾക്കനുസരിച്ച് ചാർജിങ് സ്റ്റേഷൻ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു സമയത്ത് 40 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം, അയാളെ കാത്തു നിന്നിട്ട് വേണം അടുത്ത ആൾക്ക് ഇത് വീണ്ടും ചാർജ് ചെയ്യാനുണ്ട്. അപ്പം നമ്പേഴ്സ് വൈസ് വണ്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ചാർജേഴ്സിൻ്റെ കുറവാണ്, ഇന്നും കേരളത്തിലുള്ള കുറവാണ്, ഇനിയും വേണം. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രം ഒരു ടോട്ടൽ 1000+ ചാർജേഴ്സ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെയും KSEBയുടെയും പ്രൈവറ്റ് കമ്പനികളും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മുടെ നിലവിലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വെഹിക്കിൾസ് ടു ചാർജിങ് പോയിന്റ് സ്റ്റേഷൻസിന്റെ ഒരു റേഷ്യോ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ എത്രയാണ്? വെഹിക്കിൾസ് ടു ചാർജിങ് സ്റ്റേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലെറ്റ്സ് ടേക്ക് എൻ ഈസ്-2 എന്ന് പറയുകയാണെങ്കിൽ ഒരു 3:1 ഉള്ളൂ. 3 എന്ന് പറയുന്ന വെഹിക്കിൾസും 1 എന്ന് പറയുന്ന അത്ര ചാർജിങ് സ്റ്റേഷൻസേ ഉള്ളൂ. സോ ഇറ്റ്സ് സപ്പോസ് ടു ബി അതർ വേ അറൗണ്ട്. ഒരു 3:6 കിട്ടണം. കാരണം ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെട്രോൾ പമ്പ് പോലെയല്ല. അപ്പോൾ ഒരു 3:6 ഉണ്ടെങ്കിലാണ് നമുക്ക് എപ്പോൾ ചെന്നാലും ചാർജസ് അവൈലബിൾ ആയിട്ടിരിക്കുള്ളൂ, പെട്ടെന്ന് ചാർജ് ചെയ്ത് പോകാനും കഴിയുള്ളൂ. നിലവിൽ കേരളത്തിൽ എത്ര EVs ഉണ്ടെന്നാ? നമ്പേഴ്സ് ഓഫ് കാർസ്, നമ്മൾ EVs കാർസിൻ്റെ മാത്രം മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോർ ദാൻ ഒരു 20,000 കാർസ് മാത്രം, പ്രൈവറ്റും അതേപോലെ തന്നെ ഫ്ലീറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് കാർസ് കേരളത്തിൽ മാത്രം അവൈലബിൾ ഉണ്ട്. പക്ഷേ ഇതെല്ലാം RTOൻ്റെ ഉള്ളിലുള്ള വാഹൻ പരിവാഹൻ സൈറ്റുകളിൽ നിന്നുള്ളതാണ്. പക്ഷേ ഇതല്ലാതെയും പുറത്തുനിന്നുള്ള സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടും കേരളത്തിലെ നമ്പേഴ്സ് ഓഫ് വെഹിക്കിൾസ് ഓടുന്നുണ്ട്. മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പകുതി വരും ഹോം ചാർജിങ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. വീട്ടിൽ ചാർജ് ചെയ്യാം, എങ്ങനെയും പൈസ കുറവാണല്ലോ, സ്വാഭാവികമായിട്ടും വീട്ടിലെ ഗ്രിഡിൽ ചാർജ് ചെയ്യുമ്പോൾ പൈസ കുറയും, കമേഴ്ഷ്യലി ചാർജ് ചെയ്യുമ്പോൾ പൈസ കൂടും. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ സ്ഥാപിച്ചിരുന്ന ചാർജിങ് സ്റ്റേഷനിൽ പലതും യൂട്ടിലിറ്റി റേഷ്യോ കുറവായിരുന്നു എന്ന് അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയമുണ്ട് ഇതിൽ. വണ്ടി എടുത്തു കഴിഞ്ഞാൽ, കാരണം ഇത് പെട്രോൾ പോലെയോ ഡീസൽ പോലെയോ അല്ല, വണ്ടി നിന്നാൽ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും കന്നാസിൽ മേടിച്ചു കൊണ്ടൊന്നും ഓടിക്കാൻ കഴിയില്ല. ഇതിന് ചാർജിങ് സ്റ്റേഷൻ തന്നെ വേണം. പിന്നെ ഈ ഉണ്ടാക്കിയ ലാഭം റോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു റിക്കവറി വിളിച്ച് ചാർജിങ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയമുണ്ടെങ്കിൽ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു, ആ പൈസ നമുക്ക് ആ പ്രോഫിറ്റ് അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ തുടക്കത്തിൽ ആൾക്കാർ ഇൻ ഹൗസുള്ള ചാർജേഴ്സാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ടോട്ടൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ ബിലോ 10% മാത്രമേ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഒരുവിധം വണ്ടികൾക്കൊക്കെ ഇപ്പം ഇറങ്ങുന്നതിനെല്ലാം നല്ല റേഞ്ച് ഉണ്ട്, എല്ലാം 200 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 ഇറങ്ങിയ എല്ലാ വണ്ടികളും 400 കിലോമീറ്ററിൻ്റെ മുകളിൽ റേഞ്ച് ഉള്ളതാണ്. കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൽ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 600 കിലോമീറ്റർ ഉള്ളൂ, ഒരു തല മുതൽ ഒരു തല വരെ നമ്മൾ റോഡിലൂടെ ഓടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു 400 കിലോമീറ്ററിൻ്റെ മുകളിലൊന്നും ആരും ഓടിക്കലില്ല ഇൻ പെർ ഡേ ബേസിസ്. പക്ഷേ ഈ ഫ്ലാറ്റുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ചാർജേഴ്സിന് വളരെയധികം ഷോർട്ടേജ് ഉണ്ട്. ഉണ്ടെങ്കിലും ഈ ഹോം ചാർജേഴ്സ് എല്ലാം തന്നെ AC ചാർജേഴ്സാണ്, സ്ലോ ചാർജേഴ്സാണ്. സ്ലോ ചാർജേഴ്സ് മിനിമം 7 to 8 hours. വലിയ വണ്ടികളാണെങ്കിൽ, അതായത് ബാറ്ററി കപ്പാസിറ്റി കൂടുതലുള്ള വണ്ടികളാണെങ്കിൽ ഏകദേശം 20 മുതൽ 21 മണിക്കൂർ വരെ എടുക്കുന്ന ചാർജേഴ്സ് ഉണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി 40 minutes or 1 hour. പിന്നെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെയാണ്, നമ്മൾ ഒരിക്കലും ഇത് ഒരു 5% or 10% ആവുന്നൊരു ചാൻസ് നമ്മൾ എടുക്കില്ല. അതിൻ്റെ മുമ്പേ ഇത് കുത്തിയിടാനുള്ള ഒരു പ്രവണത നമുക്ക് കാണും. അപ്പോൾ ഒരു 30% ബിലോ ആകുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി കൂടും, നമ്മൾ പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അങ്ങനെ പബ്ലിക് ലോങ് ട്രാവൽസ് ഡിസ്റ്റൻസ് എടുത്തു തുടങ്ങിയപ്പോൾ പബ്ലിക്കായിട്ടുള്ള ഈ ഫാസ്റ്റ് ചാർജേഴ്സിനെ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ ഫ്ലാറ്റുകൾ പോലെയുള്ള സമുച്ചയങ്ങളിൽ ചാർജേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് മോസ്റ്റ്ലി ഇപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാള് പോലത്തുള്ള സ്ഥലങ്ങളിൽ വൺസ് ഇൻ എ വീക്ക് അവർക്കൊരു 200 to 300 കിലോമീറ്റേഴ്സ് പെർ വീക്കിൽ റൺ ഉണ്ടാവുള്ളൂ. പർച്ചേസിന് വരുമ്പോൾ മാളുകളിൽ ചാർജ് ചെയ്ത് പോകുന്നു. അപ്പോൾ യൂട്ടിലൈസേഷൻ ബേസിസിൻ്റെ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ എവറി 6 months ഏകദേശം 100% യൂട്ടിലൈസേഷൻ ഗ്രോത്ത് ഉണ്ട് ഇന്ന് മാർക്കറ്റിൽ കേരളത്തിൽ. ഹോം ചാർജിങ്ങും കമേഴ്ഷ്യൽ ചാർജിങ്ങും തമ്മിൽ റേറ്റിൽ എന്തുമാത്രം വ്യത്യാസം വരുന്നുണ്ട്? അതായത് പെർ കിലോമീറ്ററിന് ഹോമിലാണ് നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 rupees വരുള്ളൂ. ഇപ്പോൾ പുതിയ സോളാർ നിയമപ്രകാരം സമയത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. രാവിലെ 9 മുതൽ വൈകുന്നേരം വരെ സോളാർ അവേഴ്സും 4 മുതൽ പിറ്റേ ദിവസം 9 മണി വരെ നോൺ സോളാർ അവേഴ്സുമാണ്. അതിന് TOD മീറ്ററിൽ ഓൾറെഡി KSEB സെറ്റ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ഏകദേശം ഡബിളാണ്. അത് തന്നെയാണ് ചാർജിങ് സ്റ്റേഷനിൽ വരുന്നത്. പക്ഷേ ചാർജിങ് സ്റ്റേഷനിൽ ഡെഫിനറ്റ്ലി ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കോസ്റ്റ് ഇൻവോൾവ് ആയതുകൊണ്ട് ഏകദേശം 1 കിലോമീറ്ററിന് 3 രൂപയോളം വരും. 3 ഇരട്ടി ചിലവ് പുറത്തുനിന്ന് അടിക്കുമ്പോൾ വരുന്നത്. എന്നാൽ പോലും നമ്മൾ IC എൻജിൻസ് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ ലാഭകരമാണ്. അപ്പം നിലവിൽ ഇന്ത്യയിലെ ഒരു EV ചാർജിങ് പോയിന്റ് ബിസിനസ്, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ സൈസ് എന്താണ്? 2
ടൈപ്പ് ഓഫ് ബിസിനസ്സാണുള്ളത്. ഒന്ന് ഒരു B2C ബിസിനസ് ഉണ്ട്, ഒന്ന് B2B ബിസിനസ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ സദേൺ പാർട്ടിലെല്ലാം നടക്കുന്നത്, സദേൺ ഇന്ത്യയിലൊക്കെ നടക്കുന്നത് B2C ബിസിനസ്സാണ്. ഇപ്പോൾ ഗോയിസിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഗോയിസി ഇപ്പോഴും ഒരു B2B സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടില്ല. ബിസിനസ് ടു ബിസിനസ്, അതായത് ഫ്ലീറ്റ്, ബസ് സർവീസുകൾ, ഇവർക്കൊക്കെയാണ് പെർമനൻ്റ് ഡെയിലി ഉള്ള ഓട്ടങ്ങളുള്ളത്. ഞങ്ങൾ മെജോറിറ്റി ചെയ്യുന്നതെല്ലാം B2C ബിസിനസ്സുകളാണ്. പക്ഷേ സൂൺ നമ്മളും B2Bയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മാതിരി നമ്പേഴ്സ് ഓഫ് ചാർജേഴ്സ് ഇപ്പോഴും കുറവാണ്. പിന്നെ ഇത് മാത്രമല്ല, പുതിയ വരുന്ന വണ്ടികളിലെല്ലാം റിസീവിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. പണ്ടത്തെ കാലത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചാർജേഴ്സ് എല്ലാം 30 കിലോവാട്ടും 25 കിലോവാട്ടും 50 കിലോവാട്ട് വരെയുള്ള ചാർജേഴ്സാണ്. ഇന്ന് വരുന്ന വണ്ടികളിലൊക്കെ 200 കിലോവാട്ട് വരെ റിസീവിങ് കപ്പാസിറ്റി ഉള്ള വണ്ടികളാണ്. അപ്പോൾ 200 കിലോവാട്ട് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ശരിക്കും 200 കിലോവാട്ടിൻ്റെ ഒരു ചാർജർ ആണെങ്കിൽ, പുതിയ ഇറങ്ങിയപ്പോൾ മഹീന്ദ്രയുടെ ഒരു വണ്ടിയൊക്കെ പറയുകയാണെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്ത് അവർക്ക് പോവാം. പക്ഷേ ചാർജേഴ്സ് അവൈലബിലിറ്റി ഗ്രൗണ്ടിലുള്ളത് ചെറുതായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് 1.5 മുതൽ 2 മണിക്കൂർ വരെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആ ഒരു ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ, ഹൈ കപ്പാസിറ്റി ഉള്ള ചാർജേഴ്സിന് ഹ്യൂജ് പൊട്ടൻഷ്യൽസാണ്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ റിസീവിങ് കപ്പാസിറ്റി കൂടും. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും അതേപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള വെഹിക്കിൾസും EVയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഈ സമയമെടുക്കുന്നതുകൊണ്ടും അതേപോലെ തന്നെ ഗ്രിഡിൽ പവർ അവൈലബിലിറ്റി, എല്ലായിടത്തും ചെന്നാലും നമുക്ക് പവർ അവൈലബിലിറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മളിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെന്ന് KSEBിക്ക് ഒരു 100 കിലോവാട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ 100 കിലോവാട്ട് തരാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അവൈലബിലിറ്റി ഉള്ള പ്രൈം ആയിട്ടുള്ള ലൊക്കേഷനിൽ ഹൈ കപ്പാസിറ്റി ചാർജസ് ഇടുകയാണെങ്കിൽ അടുത്തൊരു 15 കൊല്ലത്തേക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. ഗോ ഈസി മുന്നോട്ട് വയ്ക്കുന്ന ബിസിനസ് മോഡലുകൾ എന്തൊക്കെയാണ്? കമ്പനി വെക്കുന്നത് 2 ടൈപ്പ് ഓഫ് ബിസിനസ്സുകളാണ്. ഒന്ന് ഫോക്കോ, ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ്. 2 എന്ന് പറയുന്നത് കമ്പനിയുടെ ഇൻവെസ്റ്റ്കോക്കോ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഫോക്കോ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായൊരു സ്ഥലമുണ്ട്, പ്രൈമായിട്ടുള്ളൊരു ലാൻഡാണ്, അവിടെ ചിലപ്പോൾ ചായക്കട ഉണ്ടാവും, ഹോട്ടൽ ഉണ്ടാവും, ഷോപ്പായിരിക്കാം, അവിടെ ഒരു കാറ് പാർക്ക് ചെയ്യേണ്ട സ്ഥലം, അല്ലെങ്കിൽ 2 കാറ് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മളൊരു ചാർജർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ചാർജർ എന്ന് പറയുന്നത് മാക്സിമം ഒരു ഫ്രിഡ്ജിൻ്റെയൊക്കെ സൈസേ ഉള്ളൂ. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാന മാർഗം കിട്ടുന്നു. ഇതിൽ ഫ്രാഞ്ചൈസി, ഗോയിസി കൊടുക്കുന്ന ഫ്രാഞ്ചൈസിയിൽ ഫോക്കോ എന്ന് പറയുന്ന ലെറ്റേഴ്സിൽ കമ്പനി ഓപ്പറേറ്റഡ് ആണ്. ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരുവിധ മെയിൻ്റനൻസ് കോസ്റ്റും ഇല്ല. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കസ്റ്റമർ കെയറും എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് കമ്പനിയാണ്. അതുകൊണ്ടാണ് കമ്പനി ഓപ്പറേറ്റർ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വയ്ക്കുന്നു. ഇനി 2ാമത്തെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റ്കോക്കോ. കമ്പനി സെക്യൂർ ചെയ്യുന്ന പല പ്രൈം ലൊക്കേഷൻസുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ മാളുകൾ, ഈ ലൊക്കേഷനിലൊക്കെ നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് 10 മുതൽ 20 വർഷത്തെ കോൺട്രാക്റ്റുകളാണ് ഇവരുമായിട്ട്. അപ്പോൾ ആ ഹോട്ടലോ ആ ലാൻഡ് ലോഡായിട്ട് നമ്മുടെ ഒരു പ്രോമിസിങ് ഉണ്ടാവും. ഒന്നുകിൽ ചെറിയൊരു റെൻ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ആയിരിക്കും. ഈ പർട്ടിക്കുലർ പ്രൊജക്റ്റിലേക്ക് ബിസിനസ്സിനോട് താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ അദ്ദേഹത്തിന് ഫോക്കോ ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം, പക്ഷേ പ്രൈം ആയിട്ടുള്ള ലാൻഡ് ഉണ്ടാവില്ല, ലൊക്കേഷൻ ഉണ്ടാവില്ല. ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊന്നും ഒരു ചായക്കട പോലും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ വ്യക്തികളാണ് കൂടുതൽ ഇൻവെസ്റ്റ്കോക്കോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ 2 പറഞ്ഞ മോഡലിൻ്റെയും പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഹ്യൂമൻലെസ് ഓപ്പറേറ്റഡ് മെഷീൻസാണ്. ഇവിടെ വ്യക്തിയുടെ ആവശ്യമില്ല. ഇതൊരു സോഫ്റ്റ്വെയറിലൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ രാവിലെ ചെന്ന് കട തുറക്കണമെന്നോ കട അടയ്ക്കണമെന്നോ അല്ലെങ്കിൽ പണിക്കാരെ നോക്കണം എന്നുള്ള ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന റിമോട്ട്ലി കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസിനുമാണ്. അപ്പോൾ ഈ 2 ബിസിനസ് മോഡലാണ് നമ്മൾ മുന്നിലേക്ക് വെക്കുന്ന, ഏതൊരു EV ചാർജിങ് ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മുന്നിലേക്ക് വെക്കുന്ന 2 ഓഫേഴ്സ് ഉള്ളത്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോക്കോ വേഴ്സസ് കോക്കോ, അതിൽ ഉള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ലെവൽ എന്താണ്, ഒരു പ്രോഫിറ്റ് മാർജിൻ എന്തായിരിക്കും? ഇറ്റ്സ് പ്രീ മെച്യൂർഡിലാണ് ഇപ്പോൾ ഈ ഇൻഡസ്ട്രി നിൽക്കുന്നത്. ഞങ്ങൾ തുടക്കത്തിൽ തുടങ്ങിയ സമയ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഏറ്റവും കപ്പാസിറ്റി കുറഞ്ഞ ചാർജേഴ്സാണ് നമ്മൾ കൂടുതൽ വെച്ചത്. അന്ന് ടാറ്റ ഇറക്കിയ വണ്ടികൾക്കൊക്കെ കപ്പാസിറ്റിയും കുറവാണ്, റിസീവിങ് കപ്പാസിറ്റി 20-30 കിലോവാട്ടുള്ളൂ. ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ അടുത്ത 15 കൊല്ലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു ബിസിനസ്സിലെന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഇതിനെപ്പോഴും ഹയർ കപ്പാസിറ്റി ചാർജസ് വേണം നമ്മൾ വെക്കാനായിട്ട്. ചെറിയ കപ്പാസിറ്റി വെച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ദിനം പ്രതി ഇറങ്ങുന്ന ഓരോ കാറുകളുടെയും റിസീവിങ് കപ്പാസിറ്റി കൂടുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 80 കിലോവാട്ടിൻ്റെ മുകളിലേക്കുള്ള ചാർജേഴ്സാണ് നമ്മൾ സ്ട്രോങ്ലി പ്രിഫർ ചെയ്യാം. അത് 240 വരെയോ 360 വരെയുള്ള ചാർജേഴ്സോ അവർക്ക് വയ്ക്കാം. കാരണം ഫ്യൂച്ചറിൽ റിസീവിങ് കപ്പാസിറ്റി കൂടുതലുള്ള വണ്ടികളാണ് വരിക. അതിലൊരു പോയിന്റ് കൂടി ഞാൻ ആഡ് ഓൺ ചെയ്ത് പറയാം. നമ്മുടെ അൾട്ടിമേറ്റ് ഗെയിം എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ ഏറ്റവും നമ്പേഴ്സ് അല്ലെങ്കിൽ മാക്സിമം യൂണിറ്റ് സെയിലാണ് ആണല്ലോ. യൂണിറ്റിലാണല്ലോ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്.
24 മണിക്കൂറുള്ള ഒരു ക്ലോക്കിൻ്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം യൂണിറ്റ് വിൽക്കാൻ പറ്റണം. യൂണിറ്റ് വിൽക്കാൻ പറ്റണമെങ്കിൽ വിൽക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ചാർജറും ആയിരിക്കണം. 30 കിലോവാട്ടും 300 കിലോവാട്ടും ഒരു മണിക്കൂറിലാണ് 30 കിലോവാട്ട് ഡെലിവറി, 300 ഒരു മണിക്കൂറിലാണ് ഡെലിവറി. അപ്പോൾ ആ ബിസിനസ്സിൽ എത്രമാത്രം അവനാൻ്റെ പോക്കറ്റിൻ്റെ സൈസ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു കാലത്ത് ഏകദേശം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു 80 കിലോവാട്ടിൻ്റെ എബോവിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ട്രാൻസ്ഫോമേഴ്സും എല്ലാം കൂടി വരുന്ന സമയത്ത് ഒരു 25 മുതൽ 30 ലക്ഷം രൂപ വരെയാണ് ഒരു ഡീസൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. എന്നാൽ അതിൽ കൂട്ടി പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ കോർപ്പറേഷനുകളിലെല്ലാം സിറ്റീസിലെല്ലാം നമ്മൾക്ക് ട്രാൻസ്ഫോമർ മാത്രം പോരാ, RMU എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ യൂണിറ്റും കൂടി വരും. അവിടെ അതിൻ്റെ റേറ്റ്സ് മാറും. ഇതേപോലെ നമ്മൾ ട്രാൻസ്ഫോമർ വെച്ച് ചാർജറിലേക്ക് വരുന്ന ഡിസ്റ്റൻസിൽ വരുന്ന കേബിളിൻ്റെ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചും റേറ്റുകൾ മാറും. പക്ഷേ ഒരു ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 25 to 30 lakhs ആണ്. പക്ഷേ അതേ വ്യക്തിക്ക് തന്നെ ഹയർ കപ്പാസിറ്റി വയ്ക്കണം, ഒരു ചാർജർ പോരാ, നമ്പേഴ്സ് ഓഫ് ചാർജസ് വയ്ക്കണം, ഭാവിയിൽ ട്രക്സും ബസ്സുകളും ചാർജ് ചെയ്യണമെന്നാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഗോസ് ചെയ്യുക. പ്രോഫിറ്റ് മാർജിൻ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഒരു 15% ആനുവൽ ആൻഡ് എബോ. ഇതിൽ കൂടുതൽ കിട്ടുന്ന 30% കിട്ടുന്നവരെ ഞങ്ങൾക്ക് ലൊക്കേഷൻസ് ഉണ്ട്, നമ്മളതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഒരു ആവറേജ് ഇൻകം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു നാഷണൽ സ്റ്റേറ്റ് ഹൈവേകളിൽ വെക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഇൻകം ഇറ്റ്സ് അറൌണ്ട് 15% ആനുവൽ എന്നുള്ളത് മിനിമം കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു ബിസിനസ് വോളിയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്പേഴ്സ് ഓഫ് ഇയർ. ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് എൻ്റെ ഒരു ROI? ഒരു ആവറേജ് മീറ്റ് ചെയ്യുന്നത് ഒരു 3 to 3.5 years ആണ്. പക്ഷേ ഇത് നമ്മൾ ഇന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതല്ല നാളത്തെ ബിസിനസ് എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രയധികം യൂട്ടിലൈസേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മാതിരി എല്ലാ 6 മാസവും ഇതിൻ്റെ യൂട്ടിലൈസേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം 2-3 വണ്ടികൾ വന്നിരുന്ന സ്ഥലത്തുകളൊക്കെ ഇന്നിപ്പോൾ 2025 15-20 വണ്ടികൾ ഡെയിലി ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് കണ്ടില്ലേ, ഫ്രം ഒരു 100 to 200, 200 to 400 എന്നുള്ള റേഷ്യോയിലാണ് ഈ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വെഹിക്കിൾസും യൂട്ടിലൈസേഷൻ റേഷ്യോസും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 3 to 3.5 years ആണ് ഇന്ന് നമുക്ക് ROI മീറ്റ് ചെയ്യാൻ. പക്ഷേ നാളെ വണ്ടികൾ കൂടും, നമ്പേഴ്സ് ഓഫ് യൂട്ടിലൈസേഷൻ കൂടും. അപ്പോൾ ROIൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് അടുത്ത് വരും. പുതുതായിട്ടൊരു നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ബിസിനസ് എടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മിനിമം വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? സ്പേസ് അല്ലാതെ പെർമിഷൻസ് ഒക്കെ ഉണ്ടോ അതിൻ്റെ? പിന്നെ ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പെർമിഷൻസ് ഉണ്ട്. ഈ എൻറ്റയർ EV ചാർജിങ് ബിസിനസ്സിലേക്ക് തരുന്ന കറണ്ട് കണക്ഷൻ തന്നെ ഒരു സബ്സിഡൈസ് റേറ്റിലാണ്. അപ്പോൾ ഒരു സ്വന്തമായിട്ടാണ് ഒരു സ്ഥലത്ത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട സ്റ്റാറ്റ്യൂട്ടറി പെർമിഷൻസ് ഉണ്ട്. അതായത് ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, EV ചാർജറിൻ്റെ സർട്ടൻ സർട്ടിഫിക്കേഷൻസ് നമുക്ക് അപ്രൂവൽ എടുക്കേണ്ടതുണ്ട്, അതേപോലെ തന്നെ കണക്ഷൻ എടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ കമ്പനിയാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി തരേണ്ട NOC മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു സ്പെഷ്യൽ ഒരു പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഒരിക്കലും ആ ലാൻഡിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ തന്നെയാണ് നിങ്ങൾ ചാർജർ വെക്കുന്നത് എന്നുണ്ടെങ്കിലും ആ പവർ കണക്ഷനും കമ്പനിയുടെ പേർക്കാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാവസാനം ബില്ല് വരുമ്പോൾ ചിലപ്പോൾ ഓണർ ഇത് കാണണമെന്നില്ല. ആ സർവീസ് പോലും കമ്പനിയാണ് കൊടുക്കുന്നത്. ഇതല്ലാതെ വേറെ ഇൻഫ്രാസ്ട്രക്ചർ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എല്ലാ ചാർജേഴ്സും ഒരു IP60 ഗ്രേഡിൻ്റെ അടുത്തുള്ള ചാർജേഴ്സാണ്. അത് കരുതി പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കേരളമൊക്കെ വിട്ട് കഴിഞ്ഞാൽ പലയിടത്തും ചാർജേഴ്സ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു ഷെയ്ഡ് പോലും ഇല്ലാതെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാർജേഴ്സിൻ്റെ ലൈഫിനെ അത് ബാധിക്കും. ഡെഫിനറ്റ്ലി ഇതൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ആണ്. ഒരു ചാർജ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിക്കാണേണ്ട സ്ഥലങ്ങൾ ഫസ്റ്റ് ആക്സസിബിലിറ്റി നമ്മൾ നോക്കണം. വണ്ടികൾ വന്ന് തിരിക്കാനും പോകാനുള്ള സൗകര്യങ്ങൾ. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു എർഗണോമിക്കലി ആ ചാർജറിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ നിന്ന്, നമ്മൾ മഴയുള്ളൊരു സംസ്ഥാനത്തിലാണല്ലോ, അവിടെ നിന്ന് ഒരു 1 feet ഉയരമെങ്കിലും ചാർജർ സ്ഥാപിക്കണം. ഇതിന് പുറമെ ചാർജറിന് ഒരു പ്രോപ്പർ ഷെയ്ഡിങ് നമ്മൾ കൊടുക്കുന്നത് ചാർജറിൻ്റെ ലൈഫ് കൂട്ടാൻ ഡെഫിനറ്റ്ലാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ബ്രാൻഡിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയാണ് ചാർജർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് ആണ്, QA/QC. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 147 QA/QCകൾ കഴിഞ്ഞിട്ടാണ് ഒരു ചാർജർ ലൈവ് ആവുന്നത്. ഈ 147 ചെക്ക് പോയിൻറ്റ്സ് ഞങ്ങൾ പീരിയോഡിക്കലായിട്ട് എല്ലാ മന്തും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിലുപയോഗിക്കുന്ന കോമ്പണൻസിൻ്റെ ക്വാളിറ്റി, അത് നമ്മൾക്കിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ട്യൂബ് ലൈറ്റ് മേടിക്കാൻ പോയാൽ നമുക്കൊരു 1000 വെറൈറ്റി ട്യൂബ് ലൈറ്റ്സുകൾ കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ പലപ്പോഴും പോകുമ്പോൾ ഫിലിപ്സോ അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ളതാണ്, അതേപോലത്തെ എലിമെൻറ്റ്സ് ആണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം, ഷെയ്ഡുകൾ പ്രൊവൈഡ് ചെയ്യണം, ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഹൈറ്റെങ്കിലും നമ്മൾ ഉയർത്തി വെക്കണം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ സേഫ്റ്റിയോടുള്ള ഗോയിസിയുടെ സമീപനം എന്താ? അത് ഇലക്ട്രിക്കൽ ആകാം, ഫയർ ആകാം, ആക്സിഡൻ്റ് ആകാം. എല്ലാ ചാർജേഴ്സും ARI സർട്ടിഫൈഡ് ചാർജേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സേഫ്റ്റി എവിടെയാണ് കോംപ്രമൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ചാർജറോളം തന്നെ ഏകദേശം ഇലക്ട്രിഫിക്കേഷൻ പാർട്ടിനും കോസ്റ്റുകൾ വരും. ഒരു ചാർജർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു 30 കിലോവാട്ടിൻ്റെ ചാർജർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏകദേശം ചാർജറിൻ്റെ കോസ്റ്റോളം അത്ര തന്നെ ഇലക്ട്രിക്കൽ കോമ്പണൻസിനും കോസ്റ്റ് വരും. എന്നാൽ ചാർജറിൻ്റെ ഉള്ളിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ലാതെ അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ട എലിമെൻറ്റ്സ് ഇല്ലാത്തതല്ല ചാർജേഴ്സിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിലും സേഫ്റ്റിക്ക് വേണ്ട എല്ലാവിധ എലിമെൻറ്റ്സും ഉണ്ട്. പക്ഷേ നമ്മൾ പുറത്ത് വയ്ക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് DB ബോക്സിൻ്റെ ഉള്ളിലും അതേ എലിമെൻറ്റ്സുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാ ചാർജേഴ്സിനും. അപ്പോൾ കമ്പനി നോക്കിക്കാണുന്നത് ഇത് ഇന്നോ നാളെയോ ആർക്കെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് നമുക്ക് വാക്കവേ ചെയ്യേണ്ടതല്ല. ഒരാൾ ചാർജർ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇന്നിപ്പോൾ അലിബാബയിൽ പോയി കഴിഞ്ഞാൽ ഒരു ചാർജർ നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജർ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതൊരു പബ്ലിക് സർവീസാണ്. ഇത് ഉപയോഗിക്കാൻ വരുന്നവർ പബ്ലിക്കാണ്. അവിടെ ഇലക്ട്രിക്കലായിട്ടുള്ള ഷോക്കുകൾ, മറ്റേ എർത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഗോയിഷിയുടെ ഭാഗത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഞങ്ങൾക്ക് പല ബിസിനസ്സിലും ചിലവർ ചാർജസ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഈ കോട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പലവരും പറയും ഇത്ര മാത്രം എന്താണ് ഇലക്ട്രിഫിക്കേഷൻ കോസ്റ്റ്, എൻ്റെ അവിടുത്തെ A-class കോൺട്രാക്ടർ പറഞ്ഞല്ലോ ഇതിൻ്റെ പകുതി വിലയ്ക്ക് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ പകുതി വിലയ്ക്കും ചെയ്യാം, ഇതൊന്നുമില്ലാതെ വയറ് പിരിച്ചും കൊടുക്കാം. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എൻഡ് ഓഫ് ദ ഡേ ഇത് ഉപയോഗിക്കാൻ വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ടച്ച് വുഡ് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. ഇതിനെല്ലാം പുറമെ ഞങ്ങളുടെ എല്ലാ ചാർജേഴ്സും ഇൻഷുർഡാണ്. അത് തേർഡ് പാർട്ടി ലയബിലിറ്റി, ആക്സിഡൻറ്റ്, തെഫ്റ്റ്, ഫയർ, ഇതെല്ലാം നാച്ചുറൽ കലാമിറ്റി അടക്കമുള്ള കോമ്പണൻസ് അടങ്ങിയ ഒരു ഇൻഷുറൻസാണ് എല്ലാ ചാർജസും. ചാർജേഴ്സിൽ ഇൻഷുറൻസ് ഇല്ലാണ്ട് ഞങ്ങളൊരു ഫോക്കോ ക്ലയൻറ്റിനോ ഒരു ഇൻവെസ്റ്റ്കോക്കോനോ നമ്മൾ ആ ഒരു ബിസിനസ് ചെയ്യുന്നതല്ല. ഒരു സ്ഥലത്ത് ചാർജർ ഇൻസ്റ്റാൾ ചെയ്ത് പോയി കഴിഞ്ഞ ശേഷം അതിൻ്റെ ഒരു റുട്ടീൻ മെയിൻ്റനൻസ് ഷെഡ്യൂൾ എന്താണ്? സ്റ്റാൻഡേർഡായിട്ട് വൺസ് ഇൻ എ മന്ത് ആണ് നമ്മൾ PMS ഹിറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും പല സാഹചര്യങ്ങളിലും നമ്മളെ ഗ്രിഡിൽ ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും അതേപോലെ തന്നെ ചാർജേഴ്സ് ഇരിക്കുന്ന ലൊക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ്. ലൈക്ക് എൻ എക്സാമ്പിൾ, ഇപ്പോൾ കൊച്ചി പോലത്തെ സ്ഥലങ്ങളിൽ പ്രൈമായിട്ടുള്ള ലൊക്കേഷനുകളിൽ ഇരിക്കുന്ന ചാർജേഴ്സ് ആണെങ്കിൽ കണ്ടമാനം ഡസ്റ്റ് സഖ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതൊരു റോക്കറ്റ് സയൻസ് അല്ല, AC DC കൺവേർട്ടറാണ്. AC കിട്ടുന്ന കറണ്ടിനെ DC ആയി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു ബാരിയർ എന്ന് പറയുന്നത് ഹീറ്റാണ്. ഈ ഒരു മെഷീൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഹീറ്റാണ് ഏറ്റവും വലിയൊരു ബാരിയർ. അതിനെ കോംപ്രമൈസ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടുള്ള DC അല്ലെങ്കിൽ AC ബ്ലോവർ ഫാനുകളാണ്. ഈ വെന്റിലേഷൻ എടുക്കുന്ന സമയത്ത് ഇതിൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഈ ഫിൽറ്റേഴ്സ് എല്ലാം ചോക്കാവാൻ സാധ്യത കൂടും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നാട്ടിൻപുറത്ത് നമ്മൾ ഉപയോഗിക്കുന്നൊരു AC-യും നമ്മളൊരു കൊച്ചി പോലത്തെ ഒരു സിറ്റിയിൽ ഉപയോഗിക്കുന്ന AC-യുടെയും ഫിൽറ്റേഴ്സ് നമ്മൾ എത്ര ഓഫണിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷൻ ടു ലൊക്കേഷൻ. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് പ്രകാരം വൺസ് ഇൻ എ മന്ത് എന്നുള്ളതിൻ്റെ പുറമെ 2 വീക്സ് കൂടുമ്പോൾ ചാർജറിലൂടെ ഒന്ന് പോയി അതിൻ്റെ പ്രൈം ചെക്ക് പോയിന്റ്സുകളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം, പക്ഷേ പ്രോപ്പർ സർവീസുകൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ വൺസ് ഇൻ എ മന്താണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ലുലുവിലൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ട്രാഫിക് ഉള്ള ലൊക്കേഷൻസാണ്, ഫുൾ ടൈം ബിസിയാണ്. അവിടെയൊക്കെ എവറി 2 വീക്സിൽ ഈ ഫിൽറ്റേഴ്സ് ക്ലീനിങ്ങും മറ്റ് ചെക്ക് പോയിന്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. അതിന് അഡീഷണൽ കോസ്റ്റ് ഉണ്ടോ? ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചാർജിങ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, ചാർജസ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 2 years വാറണ്ടി ആൻഡ് AMC-യിലാണ് കൊടുക്കുന്നത്. ചില ക്ലയൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് AMC കൂട്ടിത്തരാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ സ്പെഷ്യൽ കേസസിൽ 5 വർഷം വരെ AMC-യും വാറണ്ടിയും നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അതിന് അഡീഷണൽ കോസ്റ്റുകളില്ല. ഇൻഷുറൻസ് മാത്രമേ 1 year കഴിയുമ്പോൾ റിന്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതെല്ലാം കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ ഒരു മോഡൽ കൂടുതൽ സക്സസ്ഫുൾ ഏതാണ്? അതൊരു ആൻസിലറി ബിസിനസ് ആയിട്ട് ചെയ്യുന്നതാണോ അതോ ഒരു സ്റ്റാൻഡ് അലോൺ ബിസിനസ് ആയിട്ട് ചെയ്യുന്നതാണോ? അതിൽ ആദ്യം തന്നെ പറയാം, ഫോക്കോ ആണോ ഏറ്റവും നല്ലത്, കോക്കോ ആണോ, ഇൻവെസ്റ്റ് കോക്കോ ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തം സ്ഥലത്തൊരു ചാർജർ വെക്കുമ്പോൾ അപ്പത്തൊരു ആനന്ദമേ ശരിക്കുള്ളൂ ബേസിക്കലി. പക്ഷെ വെക്കുന്നതുകൊണ്ട് മോശമൊന്നുമില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ സ്ഥലമാകുമ്പോൾ അടുത്ത ജനറേഷൻ അത് ഹാൻഡ് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ പാർട്ടീഷൻ കഴിയുമ്പോൾ ഈ സ്ഥലം വിൽക്കപ്പെടാം. എപ്പോഴും നല്ലത് ഇൻവെസ്റ്റ് കോക്കോ ബിസിനസ്സിൽ പാർട്ടാവുന്നതാണ്. പിന്നെ ഒരു ലാൻഡ് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആ ലൊക്കേഷൻ ആ ലാൻഡ് മാർക്കായി വരാനായിട്ട് വളരെയധികം സമയമെടുക്കും. ലുല്ലു പോലത്തെ അല്ലെങ്കിൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു മാള് അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്റർ ആണെങ്കിൽ ഓൾറെഡി ലാൻഡ് മാർക്കാണ്. അപ്പോൾ അവിടെ വരുന്നത് വണ്ടികൾ കൊണ്ട് തന്നെയാണ് അവർക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നൊരു പാർട്ട് ഇൻവെസ്റ്റ് കോക്കോ ആണ്. ഇപ്പോൾ ഓൾവേസ് ഇറ്റ്സ് ഗുഡ്. കാരണം നമ്മുടെ ലാൻഡല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈം ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും ഫോക്കോയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ, അതായത് കമ്പനിയാണ് ഇതിൻ്റെ എല്ലാ മാർക്കറ്റിങ്ങും പ്രൊമോഷൻസ് ചെയ്യുന്നത്. പക്ഷേ വ്യക്തിപരമായിട്ടും അവിടെ ഫെസിലിറ്റീസ് കൊടുക്കണം. അങ്ങനത്തെ കുറേ ക്ലയൻസ് ഞങ്ങൾക്കുണ്ട്. സ്വന്തമായി ചാർജർ വെച്ചതിന് ശേഷം അവിടെ റെസ്റ്റ് റൂം പണിഞ്ഞു കൊടുക്കുന്നു, AC റൂം, മാഗസിൻസ് വയ്ക്കുന്നു, വാഷ്റൂംസ് കൊടുക്കുന്നു, വെള്ളം ഫ്രീ ആയി കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കുന്ന ക്ലയൻസും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലൊക്കേഷൻ ടു ലൊക്കേഷൻ ആയിരിക്കും യൂട്ടിലൈസേഷൻ കൂടുക. ഒരു റിമോട്ട് ഹൈവേയിലാണ് ഇത് സ്ഥാപിക്കുന്നത്, സ്റ്റാൻഡ് ലോൺ ആയിട്ട് ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ കൂടെ വെക്കാൻ പറ്റുന്ന
അതർ ബിസിനസ്സസ്? ഡെഫിനറ്റ്ലി അതർ ബിസിനസ് എന്ന് പറഞ്ഞാൽ വണ്ടികളാണ് അവിടെ വരുന്നത്, പിന്നെ വ്യക്തികളുമാണ് വരുന്നത്. അവിടെ ഒരു റെസ്റ്റോറൻറ്റിനുള്ള ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട്. ചിലവർ ചെറിയ മോട്ടൽസ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേ ബാക്ക് റൂമുകളൊക്കെ അവർ പെർ മണിക്കൂറൊക്കെ വെച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പാലക്കാട് ഭാഗത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അവിടെ കൊടുക്കാനുള്ള മറ്റ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കാർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലീനിങ്, വാഷിങ്, മറ്റു കാര്യങ്ങൾ കൊടുക്കാൻ, പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പഞ്ചർ കട, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈ പൊട്ടൻഷ്യലാണ്. ഇത് വലിയ ബേസിസിലും ചെയ്യുന്നവരുണ്ട് റെസ്റ്റോറൻറ്റുകൾ, ചെറിയ ബേസിസിലും ചെയ്യുന്നവർ. വെൻഡിങ് മെഷീൻസ് ഒക്കെ വളരെയധികം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണ്, കാരണം ആളുടെ ആവശ്യമില്ലല്ലോ. മുൻപുണ്ടായിരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നും ഇതിന്റെ ചാർജിംഗ് പോയിന്റ് അവൈലബിലിറ്റിയും അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ചാർജേഴ്സ് എല്ലാം റിമോട്ട്ലിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു അപ്ലിക്കേഷൻ വഴിയാണ് ചാർജേഴ്സിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നത്. നമ്മുടെ ഈ ടോൾ ഗേറ്റ് സിസ്റ്റം ഒക്കെ പോലെ ഈ ആപ്പിൻ്റെ ഉള്ളിലൊരു വാലറ്റ് ഉണ്ട്. ഈ വാലറ്റിൽ ഒരു സർട്ടൻ എമൗണ്ട് നമ്മൾ ഇട്ട് വയ്ക്കുക. അതിൽ പെർ യൂണിറ്റ് കോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ സോളാർ അവേഴ്സും ഇതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ആവറേജ് കോസ്റ്റുകളൊക്കെ ഒരു 15 to 20 റുപ്പീസിൻ്റെ ഉള്ളിലാണ് പെർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഈ ചാർജേഴ്സിലേക്ക് നമ്മൾ ആപ്പ് വഴി ആക്സസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ചാർജേഴ്സ് അവൈലബിൾ ആണോ, അത് യൂട്ടിലൈസേഷനിലാണോ, അത് ഫോൾട്ടി ആണോ. ഈവൻ ഇപ്പോൾ ഒരു കാർ അവിടെ ചാർജ് ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് അറിയണമല്ലോ. അപ്പോൾ അതേ ആപ്പിൽ തന്നെ നമുക്കറിയാൻ പറ്റും ചാർജ് ചെയ്യുന്നതിന് നമ്മുടെ മുമ്പുള്ളൊരു ചാർജർ വെഹിക്കിൾ എത്ര പെർസെൻറ്റേജാണ് ചാർജ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ചാർജേഴ്സിൻ്റെ അവൈലബിലിറ്റിയും ചാർജ് ചെയ്യുന്ന വണ്ടി എത്ര ശതമാനമായെന്നും ചാർജർ അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ അറിയാൻ ആപ്ലിക്കേഷൻ മാത്രം മതി. ഞങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ബാക്ക് എൻഡിൽ നിന്ന് ഇതെല്ലാം വളരെ ക്ലോസ് ആയിട്ട് ഞങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഈ ചാർജിങ് സ്റ്റേഷനുകളുടെ പ്രധാന കസ്റ്റമർ എന്ന് പറയുന്നത് കാറുകളാണോ അതോ ബൈക്കുകളാണോ? നമ്പർ വൈസ് EVസിൽ നോക്കുകയാണെങ്കിൽ ബൈക്കുകളുടെ നമ്പേഴ്സ് തന്നെയാണ് കൂടുതൽ. പക്ഷേ ബൈക്കുകളെല്ലാം തന്നെ ഇൻസൈഡ് ദ സിറ്റിയാണ് ആൾക്കാരെല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ 100 കിലോമീറ്ററാണ് എല്ലാ ബൈക്കുകൾക്കും ഏകദേശം കിലോമീറ്റർ ഉള്ളത്. ആരും തന്നെ ഒരു ബൈക്ക് കൊണ്ട് ഒരു 50 കിലോമീറ്ററിൻ്റെ മുകളിലുള്ള യാത്ര ഡെയിലി ഉണ്ടാവില്ല. അപ്പോൾ യൂട്ടിലൈസേഷൻ ഗോയിസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ 4 വീലേഴ്സ് തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് വെഹിക്കിൾസ് തന്നെയാണ്. നിലവിൽ ഇന്ത്യയിലെ ഒരു ചാർജിങ് സ്റ്റേഷൻ ബിസിനസ്സിൽ ഗോയിസിയുടെ ഒരു സ്റ്റാൻഡ് ഒരു പെർസെൻറ്റേജ് എന്താണ് ഷെയർ? കേരളം പറയുകയാണെങ്കിൽ ഗോയിസിക്കാണ് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഓഫ് ചാർജിങ് സ്റ്റേഷൻ. കേരളത്തിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും നമ്പേഴ്സ് ഉള്ളത്. ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയും സദേൺ ഇന്ത്യയും പറയുകയാണെങ്കിൽ സദേൺ ഇന്ത്യയിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു തേർഡ് ബിഗ്ഗസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് ഗോയിസി തന്നെയാണ്. അക്രോസ് ഇന്ത്യയിൽ വി മോസ്റ്റ് പ്രോബബ്ലി വിൽ ബി സ്റ്റാൻഡിങ് ഇൻസൈഡ് ഇൻ 10 നമ്പേഴ്സിൻ്റെ ഉള്ളിൽ ഗോയിസി തന്നെയാണ് നിലനിൽക്കുന്നത്. കോമ്പറ്റീഷൻ്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ടെസ്ല പോലെയുള്ള ബിഗ്ഗർ പ്ലേയേഴ്സ് നാളെ വരികയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് തരം അവർക്ക് സ്വന്തം ഗ്രിഡൊക്കെ ഉള്ള ആളുകൾ? ടെസ്ല പോലെ തന്നെയാണ് ടാറ്റയെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ടെസ്ല ഇപ്പോൾ റീസെൻ്റ്ലി ആണ് വന്നിട്ടുള്ളത്. ടെസ്ല വെക്കുന്ന ചാർജസ് എല്ലാം 240 കിലോ വാട്ടിൻ്റെ ചാർജസാണ്. കാരണം 240 കിലോ വാട്ട് ടെസ്ലയ്ക്ക് റിസീവിങ് കപ്പാസിറ്റി ഉണ്ട്. ഗ്രിഡ് എന്ന് പറയുന്നത് എല്ലാം ഒരു ഐദർ സ്റ്റേറ്റ് ഗ്രിഡ് ആയിരിക്കും, സെൻട്രൽ ഗ്രിഡ് ആയിരിക്കും. ടെസ്ല ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കാണെങ്കിൽ ഇപ്പോൾ US-ലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലും അല്ലെങ്കിൽ UK-ലൊക്കെ നോക്കിക്കാണുകയാണെങ്കിൽ അവർ വെച്ചിട്ടുള്ള ചാർജസ് ടെസ്ലയ്ക്ക് വേണ്ടി മാത്രമാണ് അവർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. ടെസ്ല ഇന്ത്യയിൽ വരുമ്പോഴും അതിൻ്റെ കണക്ടർ എന്ന് പറയുന്നത് CCS2 തന്നെയാണ്. കണക്ടറാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. 3 കണക്ടേഴ്സാണ് ഇൻ്റർനാഷണൽ ലെവലിൽ കണക്ട് ചെയ്യുന്നത്. ഒന്ന് GBT കണക്ടർ ഉണ്ട്, ഒന്ന് ഷെഡമോ കണക്ടേഴ്സ് ഉണ്ട്, ഒന്ന് CCS2 കണക്ടർ ഉണ്ട്. CCS2 ആണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അക്രോസ് ദ വേൾഡ്. ഇന്ത്യയിൽ അത് പ്രൈമായിട്ട് CCS2 തന്നെ. അപ്പോൾ ടെസ്ലയുടെ കാറുകളും നമ്മുടെ ചാർജേഴ്സിൽ അഡോപ്റ്റ് ചെയ്യുന്നതാണ്. ഇതിന് മുമ്പും എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് മുതൽക്ക് വരെ ടെസ്ലാസ് ഇന്ത്യയിൽ ഓടിച്ചു വന്ന് നമ്മുടെ പല ചാർജിങ് സ്റ്റേഷൻസും ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്ലയ്ക്ക് US-ലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ യൂറോപ്പിലോ പ്രോബ്ലം സോൾവ് ചെയ്ത പോലെ അത്ര ഈസി അല്ല ഇത്രയും വലിയ ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്തിൽ ഇത്രയും നമ്പേഴ്സ് ഓഫ് ചാർജേഴ്സ് വെക്കുക എന്ന് പറയുന്നത്. പിന്നെ അത്രയും വലിയ നമ്പേഴ്സ് ഓഫ് സെയിൽ അവർക്ക് നടക്കണം. ഇന്ത്യ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ടെസ്ല ലീഡ് ബൈ എക്സാമ്പിൾ. അവരുടെ ചാർജേഴ്സ് എന്തായാലും അവരുടെ ഷോറൂംസോ സറൗണ്ടിങ് ഏരിയാസിലോ പ്രൈം മാളുകളിലൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഇത് മാത്രം ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിന്ന് ചാർജിങ് നടക്കില്ല, ഇത്രമാത്രം വണ്ടികൾ ലോങ് ഡിസ്റ്റൻസ് ഓടുമ്പോൾ. അപ്പോൾ ടെസ്ല കനോട്ട് സോൾവ് എ പ്രോബ്ലം, നേഷൻസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ചാർജേഴ്സ് വരും. പക്ഷേ പ്രൈവറ്റ് കമ്പനീസ് ഇപ്പോൾ US-ലാണെങ്കിലും UK-ലാണെങ്കിലും പ്രൈവറ്റ് CPOs ഉണ്ട്, ചാർജ് പോയിന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളും ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ. ഗോയിസി ഒരു സ്വകാര്യ മേഖലയിലല്ലാതെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായിട്ട് KSRTC പോലുള്ള സ്ഥാപനങ്ങളായിട്ടൊക്കെ എന്തെങ്കിലും ഒരു കൊളാബറേഷൻ സാധ്യതയുണ്ടോ? KSRTCയുടെ ലാൻഡുകൾ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന പ്രൈം ആയിട്ടുള്ള ലാൻഡുകളിൽ അവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഒരു ബിഡിങ് ഉണ്ടായിരുന്നു റീസെൻ്റ്ലി. അത് ഗോയിസി 1 ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈം ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ചാർജേഴ്സിൻ്റെ വളരെയധികം ഷോർട്ടേജ് ഉണ്ട്. ലൈക്ക് മൂന്നാറല്ല, ഈ മലയോര പ്രദേശങ്ങളിലേക്ക് EV ഉപയോഗിച്ച് അവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ റേഞ്ച് കുറഞ്ഞിരിക്കും, കാരണം യൂട്ടിലൈസേഷനും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഏരിയകളിലൊക്കെ എത്തുമ്പോൾ ചാർജേഴ്സ്
ചാർജേഴ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ട് KSRTC ഇനീഷ്യേറ്റ് എടുത്തിട്ട് KSRTCയുടെ ലാൻഡുകളിൽ നമുക്ക് അവിടെ ഒരു ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് എന്നുള്ളൊരു രീതിയിലുള്ള ടെൻഡറുകൾ പബ്ലിഷ് ചെയ്ത് നമ്മൾ വൺ ചെയ്തിട്ടുണ്ട് കുറച്ച്. ഇതിന് പുറമെ ഒരു റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്നൊരു വലിയ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു 16ഓളം റെസ്റ്റ് ഹൗസുകൾ കേരളത്തിൽ വരുന്നുണ്ട്, കണക്ടിങ് നാഷണൽ ഹൈവേ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ. ദ ഫസ്റ്റ് പ്രൊജക്റ്റ് വരുന്നത് കണ്ണൂരാണ് വരുന്നത്. അതിൻ്റെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, തറക്കല്ലിടലോ അങ്ങനെ എന്തൊക്കെയോ കഴിഞ്ഞു. അതും ഗോയിസി വൺ ചെയ്തിട്ടുണ്ട്. അവിടെ എന്ന് പറയുന്നത് പെട്രോൾ പമ്പ് ഉണ്ടായിരിക്കും, ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, റെസ്റ്റോറൻറ്റ് ഉണ്ടായിരിക്കും, ഹോട്ടൽ ഉണ്ടായിരിക്കും. ഗവൺമെൻറ് തന്നെയാണ്. കണ്ണൂരിലെ ലാൻഡ് നല്ല പ്രൈം ബീച്ചിനോട് ചേർന്നിട്ടുള്ളൊരു നല്ലൊരു ലാൻഡാണ്. അപ്പോൾ അതുപോലത്തെ കൊളാബറേഷൻസും കമ്പനി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈവേസ് വരുന്ന കാര്യം പറഞ്ഞല്ലോ, ഹൈവേകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഗോയിസിക്കും പൊതുവെ EV ഇൻഡസ്ട്രിക്കും ബൂസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി ബൂസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂട്ടത്തിൽ ഹൈവേയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ചാർജേഴ്സിൻ്റെ യൂട്ടിലൈസേഷനും കൂടും. ഹൈവേയിൽ ഒന്നാമത് EV ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ EVക്ക് പരമാവധി ബ്ലോക്കേജ് ഇല്ലാത്ത റോഡുകളാണ് IC എൻജിൻസ് പോലെ തന്നെ കൂടുതൽ ഇതിന് റേഞ്ച് അവൈൽ ആവുന്നത്. അപ്പോൾ ഹൈവേസിലൂടെ EVs ഉണ്ടെങ്കിൽ കൊള്ള ലാഭമാണ്. ഇപ്പോൾ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് എത്താൻ വേണ്ടി ഹൈവേ 66 പണി കഴിഞ്ഞാൽ 2 മുതൽ 2.5 മണിക്കൂർ വരെ സമയം എടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നവരൊക്കെ പ്രൈവറ്റ് കാറുള്ളവർ 2 മണിക്കൂറുണ്ടും 3 മണിക്കൂറിനും കൊച്ചിയിലേക്ക് വന്നു പോകും. അപ്പോൾ ഈ കിലോമീറ്റർ 200-250 കവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈവേയുടെ സൈഡിലുള്ള ചാർജേഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ വളരെയധികം കൂടും. ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്ന പ്രൈവറ്റ് ആണ്. പക്ഷേ ഇതേ സമയത്ത് തന്നെ വലിയൊരു മേഖല അപ്പുറത്ത് മാറി നിൽക്കുന്നതിൻ്റെ ടാക്സി ഫ്ലീറ്റ് സർവീസ് എന്ന് പറയുന്നത്. ഇവരെല്ലാം തന്നെ EVയിലേക്ക് 1 by 1 ആയിട്ട് മാറും. കേരളത്തിലാണ് ആ ഒരു അഡോപ്ഷൻ ഫ്ലീറ്റ്സിൽ കുറവുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മഹാരാഷ്ട്ര നോക്കിക്കഴിഞ്ഞാലും ബാംഗ്ലൂർ നോക്കിക്കഴിഞ്ഞാലും ഫ്ലീറ്റ്സിലേക്ക് എല്ലാ EVകളും മാറിക്കഴിഞ്ഞു. അപ്പോൾ അഡോപ്ഷൻ ഡെഫിനറ്റ്ലി ഹൈവേസിൽ എന്തായാലും കൂടുതൽ തന്നെയുള്ളൂ. സാങ്കേതികവിദ്യ എല്ലായിടത്തും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം EV ചാർജിങ് ടെക്നോളജിയിൽ എന്തെങ്കിലും പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് വരാൻ പോകുന്നുണ്ടോ? വയർലെസ് അങ്ങനെ എന്തെങ്കിലും? ഡെഫിനറ്റ്ലി ആദ്യത്തെ മാറ്റം വരാൻ പോകുന്നത് വെഹിക്കിൾസിലാണ്, ചാർജേഴ്സിലല്ല. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ചാർജേഴ്സിനേക്കാളും ഫസ്റ്റ് മാറ്റം വരിക വെഹിക്കിൾസിൽ. റിസീവിങ് കപ്പാസിറ്റിയാണ് കൂടാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പണ്ട് ഇപ്പോൾ നെക്സോൺ എന്ന് പറയുന്ന ടാറ്റ തന്നെ നമ്മളൊരു കേസ് സ്റ്റഡി ആയി എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇറങ്ങിയ ടാറ്റയുടെ വെഹിക്കിൾസിൻ്റെ റിസീവിങ് കപ്പാസിറ്റി 20 കിലോവാട്ടിൻ്റെ താഴെയായിരുന്നു. സെക്കൻഡ് ജനറേഷൻ ടാറ്റ ഇറങ്ങിയപ്പോൾ അതൊരു 30ലേക്കും 40ലേക്കും എത്തി. പുതിയ ജനറേഷൻ വന്നപ്പോൾ അത് ഏകദേശം 75 മുതൽ 80 കിലോവാട്ട് വരെ റിസീവിങ് കപ്പാസിറ്റി. അപ്പോൾ ഫസ്റ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് വെഹിക്കിൾസിൻ്റെ റിസീവിങ് കപ്പാസിറ്റി കൂടുക തന്നെയുള്ളൂ. മഹീന്ദ്രയ്ക്കൊക്കെ 200-250 കിലോവാട്ട് റിസീവിങ് കപ്പാസിറ്റി ഉണ്ട് മഹീന്ദ്രയുടെ പുതിയ വെഹിക്കിൾസ്. അപ്പോൾ ചാർജേഴ്സിൽ വരേണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ ഹയർ കപ്പാസിറ്റി ചാർജേഴ്സ് കൊടുക്കണം. ഫസ്റ്റ് വരേണ്ട മാറ്റം ഹയർ കപ്പാസിറ്റി ചാർജേഴ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹീറ്റ് എന്ന് പറയുന്നൊരു ബാരിയർ ഉണ്ട്. അപ്പോൾ പവർ ലോസ് ഫാക്ടേഴ്സ് വളരെയധികം കൂടും ഹീറ്റ് എന്നുള്ള ബാരിയറുകളുണ്ട്. അപ്പോൾ ആംബിയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ലിക്വിഡ് കൂളിംഗ് കണക്ടേഴ്സ് വരേണ്ട ആവശ്യം വരും. ഇപ്പം എല്ലാം എയർ കൂളിംഗ് ചാർജേഴ്സാണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് കൂളിങ്സ് ആണ് ആദ്യം വരാൻ പോകുന്ന മാറ്റം. പിന്നെ വയർലെസ് പോലത്തെ സംവിധാനങ്ങൾ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വോൾവോക്ക് അതിൻ്റെ റിസർച്ചിൽ തന്നെയാണ് അവർ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ വയർലെസ് വരുന്ന സമയത്ത് വണ്ടിയും വയർലെസ് റിസീവിങ് കപ്പാസിറ്റി ഉള്ളതായിരിക്കണം. നമ്മളിപ്പോൾ ഫോണുകൾ ഉപയോഗിക്കുന്നവർ എല്ലാ ഫോണിനും വയർലെസ് ഇല്ലല്ലോ. പിന്നെ ഫോണുകളിലും വയർലെസ് ചാർജേഴ്സ് വന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അഡാപ്റ്റർ റീപ്ലേസ് ചെയ്തിട്ടില്ല, കണക്ടറാണ് റീപ്ലേസ് ചെയ്ത്. അപ്പോൾ ചാർജേഴ്സ് വിൽ റിമെയിൻ ദ സെയിം. അതുമായി കണക്ട് ചെയ്യുന്ന അടുത്തൊരു പാഡ് വന്നേക്കാം. പക്ഷേ ഇതുവരെ അതിൽ എനിക്ക് പേഴ്സണലായിട്ട് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല. ഈ മാറ്റങ്ങൾ വരാം. പക്ഷേ വയർലെസ്സിനൊക്കെ മുമ്പ് ആദ്യം വരാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കൂളിങ്ങിലേക്ക് ചാർജേഴ്സ് ഹയർ കപ്പാസിറ്റി മാറും, വെഹിക്കിൾസിൻ്റെ റിസീവിങ് കപ്പാസിറ്റി മാറും. ഭാവിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ COP26 ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് പ്രകാരം 2030 ആകുമ്പോഴേക്കും 30% ഓഫ് ദ വെഹിക്കിൾസ് വിൽ മൂവ് ഇൻ ടു ദ EV സെഗ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് മിനിമം ഒരു 8 crore വെഹിക്കിൾസ് എങ്കിലും വരും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 1:20 എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് വെച്ചാണെങ്കിൽ ഇവിടെ ഒരു 39 ലക്ഷം ചാർജ് എങ്കിലും വേണമെന്നാണ്. അപ്പം അല്ല, അതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി അല്ലേ അങ്ങനെയാണെങ്കിൽ? ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി ഹ്യൂജ് ആണ്. പക്ഷേ അതിൻ്റെ മറുഭാഗം കൂടി നമ്മൾ ചിന്തിക്കണം, അതിനുള്ള പവർ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. പവർ അവൈലബിലിറ്റി ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷേ ഉണ്ടെങ്കിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടത് പ്രൈവറ്റ് കമ്പനീസ് അല്ല,
ഗവൺമെൻറ്റാണ് അതിന് ഇനിഷ്യേറ്റ് എടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും പ്രൈവറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അദാനി പോലെ. അപ്പോൾ ഒരു ഹ്യൂജ് മാർക്കറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തൊരു വൈഡ് മാർക്കറ്റാണ്. 3 ഘടകങ്ങളെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ. ദ ഫസ്റ്റ് തിങ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഗവൺമെൻറ് പോളിസീസ്. ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാതൊരു ബിസിനസ് നമുക്കിവിടെ നടത്താൻ പറ്റില്ല. ഗവൺമെൻറ് പോളിസീസ് EVയെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നു. സെയിം ടൈം സ്ക്രാപ്പ് പോളിസീസും അവർ കൊണ്ടുവന്നു. രണ്ടാമത്തെ വിഷയം, ഗവൺമെൻറ് പോളിസി മാത്രം കൊണ്ടുവന്നാൽ പോരാ. ഇവിടെ വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് ഇതിന് ഇനീഷ്യേറ്റ് എടുത്ത് വെഹിക്കിൾസും കൂടി മാനുഫാക്ചർ ചെയ്യണം, വേണ്ടേ? അപ്പോൾ രണ്ടാമത്തെ ഘടകം, നമ്മൾ എന്നും ദിനം പ്രതി കാണുന്നു പുതിയ EVs ഇറങ്ങുന്നു, പുതിയ പുതിയ മോഡലുകൾ വരുന്നു. മൂന്നാമത്തെ ഘടകം, ഇത് രണ്ടുണ്ടായാലും വീട്ടിൽ മാത്രം ചാർജ് ചെയ്താൽ ഈ ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റില്ല. മൂന്നാമത്തെ ആവശ്യം എന്താ? ആൾക്കാർ റിസ്ക് എടുത്ത് ലോങ് ട്രാവൽ ചെയ്യുന്നുണ്ടോ? ലോങ് ട്രാവൽ ചെയ്താൽ എന്താണ്? നമ്മുടെ ചാർജസ് യൂട്ടിലൈസേഷൻ കൂടും. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റഡി പ്രകാരം ഈ 3 എന്തായാലും എല്ലാം ഒത്തുവന്ന് മുന്നിലേക്ക് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ചാർജസ് ഓൾവേസ് വിൽ ബി ഷോർട്ട്. ഇപ്പോഴും 3200ഓളം പെട്രോൾ പമ്പ് എൻ്റെ കേരളത്തിൽ മാത്രമുണ്ട്. എന്നിട്ടും പല മേഖലകളിലും നമ്മൾ പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പ് തപ്പുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2-3 മിനിറ്റ് കൊണ്ട് 80 ലിറ്റർ അടിക്കാമെന്നുണ്ടെങ്കിൽ ചാർജിങ് സ്റ്റേഷൻസ് എത്ര വേണ്ടി വരും? ഇത് ഓരോ കടകളിലും ഓരോ റെസ്റ്റോറൻറ്റിലും എല്ലാം വരും. അതാണ് അതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നിലവിൽ കേരളത്തിലെ ഈ ചാർജിങ് പോയിന്റ്സുകളുടെ ഒരു സാച്ചുറേഷൻ എങ്ങനെയാണ്? എത്ര കിലോമീറ്ററിൽ? ഇപ്പോൾ ഗോയിസി കേരളത്തിൽ മെയിൻ ഒരു നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഹൈവേ നമ്മളൊരു കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു എവറി 150 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ചാർജസ് ഉണ്ട്. കേരളത്തിൽ മാത്രം ഞങ്ങൾക്ക് 300ഓളം ചാർജിങ് കണക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കണക്ടേഴ്സാണ് എപ്പോഴും പറയുക, ചാർജേഴ്സ് അല്ല. നമുക്ക് ഒരു സമയത്ത് എത്ര വണ്ടികളെ ഇലക്ട്രിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് കുറേ ചാർജേഴ്സോ പോയിന്റ്സുകളും വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ 300ഓളം ചാർജേഴ്സ് ഉണ്ട്. എവറി 100 to 50 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഒരു ചാർജർ മേജർ ആയിട്ടുള്ള നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേസിൽ വിസിബിൾ ആണ്. ഗോയിസിലോട്ട് വരുന്നതിന് മുമ്പുള്ള കരിയറിനെ കുറിച്ച് കൂടി ഒന്ന് പരാമർശിച്ചിട്ട് പോകാൻ വരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് 22 വർഷത്തോളം ഡീപ് സീ ഡൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഫീൽഡിലായിരുന്നു പറഞ്ഞു കേട്ടത്. ആ ഒരു ചരിത്രം എന്തായിരുന്നു? ഞാൻ 1999 ഇന്ത്യൻ നേവിയിൽ നിന്ന് പാസ് ഔട്ടായ ഒരു കൊമേഴ്ഷ്യൽ ഡൈവറാണ്. അന്ന് ഡൈവിംഗ് ഫീൽഡിനെ കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് നോളജൊന്നും ഇല്ല കേട്ടോ. അമ്മ കാണിച്ചു തന്ന പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് പോയി റിക്രൂട്ട്മെൻറ്റിന് പോയതാണ്. എങ്ങനെയൊക്കെയോ നിമിത്തം കൊണ്ട് 10-75 പേരെ സെലക്ഷനിൽ 4 പേര് സെലക്ട് ചെയ്യപ്പെട്ടു. അന്നത്തെ ഫസ്റ്റ് ബാച്ചിൽ പാസ് ഔട്ടാണ് ഞാൻ. അത് കഴിഞ്ഞ് ഈ ഫീൽഡിലേക്ക് പലവരുടെയും സഹായം കൊണ്ട് എത്തിപ്പറ്റിയതാണ്. ആ ഒരു കരിയർ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആൻഡ് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കരിയറാണ്. ഒട്ടും പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ കരിയറിലേക്ക് നമ്മളൊരു എഞ്ചിനീയറിംഗ് പഠിച്ച എഞ്ചിനീയർ ആവാമെന്നോ ഡോക്ടർ പഠിച്ച് ഡോക്ടർ ആവാമെന്നുള്ള ചിന്തകളിലൂടെ വന്നെത്തിയ ഒരു പഠിത്തമല്ല ഞാനതിൽ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എത്തിയ ഒരു സ്ഥലമായിരുന്നു ഡൈവിങ്. അത് ടിപ്പിക്കൽ റിക്രിയേഷൻ ഡൈവിംഗ് അല്ല, കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ആണ്. എല്ലാം ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസ് ബേസ് ചെയ്തിട്ടാണ്. 22 വർഷത്തോളം ആ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നു. ആ ഫീൽഡ് ഡെഫിനറ്റ്ലി ഒരു ചലഞ്ചിങ് ആൻഡ് വണ്ടർഫുൾ ആയിട്ടുള്ള ഫീൽഡായിരുന്നു. കുറേ പ്രൊജക്റ്റുകൾ പല പല രാജ്യങ്ങൾ കാണാൻ കഴിഞ്ഞു, കുറേ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ഫീൽഡിൽ നിന്ന് പോരുന്ന സമയത്ത് ഞാൻ സാച്ചുറേഷൻ ഡൈവിങ്ങിൻ്റെ സൂപ്രണ്ടൻറ്റും ഒക്കെ ആയിട്ടാണ് കുറച്ച് കാലം പോസ്റ്റിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞോടുകൂടി പിന്നെ ഒരു സമയത്ത് ഒരു തീരുമാനത്തിൻ്റെ മുകളിലാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. എത്രത്തോളം ഡീപ്പായിട്ട് ഡൈവിങ്ങിന് പോകും? അതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്? ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 150 മീറ്റേഴ്സ് വരെയൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ചലഞ്ചസ് എന്ന് പറയുന്നത്, ഡൈവിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈ റിസ്ക് ഗെയിമാണ്. നമ്മൾ ഇവിടെ നേരത്തെ ചോദിച്ച പോലെ ചാർജറിൽ ആർക്കെങ്കിലും ഷോക്ക് അടിക്കുമോ എന്ന് ചോദിച്ചാൽ മാക്സിമം ഒരു ഷോക്ക് അടിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ടിപ്പിക്കൽ ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണ്, ഒരു ജീവൻ വെച്ചിട്ടാണ് നമ്മളൊരു ഓപ്പറേഷൻ നടത്തുന്നത്. അവിടെ ഒരു വ്യക്തിയല്ല. സാച്ചുറേഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 10, 12, 18 ആൾക്കാരുള്ള സാച്ചുറേഷൻ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് സാധാ എയറിലല്ല അവർ ജീവിക്കുക, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ചേമ്പേഴ്സിൽ ഹീലിയോക്സ് ബ്രീത്തിട്ടാണ് ജീവിക്കുക. അപ്പോൾ അവരെ കൊണ്ട് ഇത്രയും താഴ്ചകളിൽ കൊണ്ടുപോയി പണിയെടുത്ത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ചലഞ്ച് ഇറ്റ്സ് എ ഹ്യൂജ് ചലഞ്ചാണ്. പിന്നെ പ്രോപ്പർ ട്രെയിനിങ്, ഗൈഡൻസ് ഇതെല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഓഫ് കോഴ്സ് ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്, കുറേ ആക്സിഡൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നും UK പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ഈസ് മച്ച് മോർ സേഫർ ദാൻ വർക്കിംഗ് ഇൻ ദ ലാൻഡ് എന്നുള്ളത്. കാരണം അവിടുത്തെ സേഫ്റ്റി നോംസുകൾ അത്രയും സ്ട്രോങ് ആണ്. എക്സ്പീരിയൻസ് വാസ് ഗുഡ്. അങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോബിൽ നിന്ന് അത് ഉപേക്ഷിച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങാനുള്ള ധൈര്യം എങ്ങനെ വന്നു? ശമ്പളം പ്രതിഫലം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാഴ്ചകളാണ്, നമ്മൾക്ക് എന്ത് വേണമെന്നുള്ളത്. 22 വർഷം ഒരു ജോലി ചെയ്തു, അതിൻ്റെ എക്സ്ട്രീമിലേക്ക് നമ്മൾ എത്തി, അതിനെ എൻജോയ് ചെയ്തു. പിന്നെ ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് ഇതുവരെ കുറേ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പണിയെടുത്തു, ഇനി എനിക്ക് വേണ്ടി പണിയെടുത്താലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ആശയത്തിലേക്ക് വന്നത്.
പിന്നെ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അത് ഇത്രയധികം ക്ലിക്കാവുന്നു, ഇത്രയധികം ഗ്രോത്ത് ഈ ചെറിയൊരു സ്പാനിൻ്റെ ഉള്ളിലാവുമെന്നുള്ളത്. സാഹചര്യങ്ങളും ഈ പറഞ്ഞു വന്ന പോളിസികളും എല്ലാമാണ് നമ്മളെ വളർത്തിയത്. ഓഫ് കോഴ്സ് അവിടെ 10-22 വർഷം നമ്മൾ ചലഞ്ച് എടുത്തല്ലോ. വീണ്ടും തിരിച്ച് 19 വയസ്സിലേക്ക് ഇറങ്ങി. ആ തുടങ്ങിയ കാലഘട്ടം പോലെ തന്നെയാണ് ഗോയിസിയിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിനെ ട്രീറ്റ് ചെയ്ത് റെഡി ടു ടേക്ക് അനദർ ചലഞ്ച്. ഇപ്പോൾ 3-4 വർഷത്തെ ജേണിയായി. ലെറ്റ്സ് സീ ഹൗ ഫാർ വി ക്യാൻ ഗോ എന്നുള്ളത്. ഡൈവിംഗ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഫീൽഡാണ് ഇപ്പോൾ തുടങ്ങി. അത് എന്തായിരുന്നു, അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നാനുള്ള? ഡൈവിംഗ് എന്ന് പറയുന്നത് അതൊരു ഹൗ ക്യാൻ ഐ എക്സ്പ്ലെയിൻ ദിസ്? ഇപ്പം നിങ്ങൾ ഒരു മൂന്നാമതൊരു വ്യക്തി നോക്കി കാണുമ്പോൾ ഒരു പ്രൊഫഷനെ ആയിട്ടാണ് നിങ്ങൾ നോക്കിക്കാണും. ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ഓപ്പറേഷണൽ പാർട്ടുകളിലാണ്. ഡൈവിങ്ങിൻ്റെ ഐ വാസ് എ ഡൈവർ, സാച്ചുറേഷൻ ഡൈവർ ആയിരുന്നു, എയർ ഡൈവർ ആയിരുന്നു, സൂപ്പർവൈസർ ആയിരുന്നു, സൂപ്രഡൻ്റ് ആയിരുന്നു. ഒരു സൂപ്രഡൻ്റ് പൊസിഷനിലേക്ക് ഒരാളെത്തുമ്പോൾ അവിടെ ഡൈവിംഗ് എന്നുള്ളതിനും ഉപരി ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോഴും ഗോയിഷിൽ ഞാനെപ്പോഴും പറയാറുള്ളത് ഞാനൊരു ഓപ്പറേഷണൽ ഗൈയാണ്. ഞാൻ ലംസത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു. അതായത് 60 ദിവസത്തെ പണി 30 ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളതാണ്. ഇവിടെ കണ്ടോടത്തോളം പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഓപ്പറേഷനാണ് പല സ്റ്റാർട്ടപ്പും ഫെയിലിയർ ആവാനുള്ള സാധ്യതകൾ. ആ ഒരു കോർഡിനേഷൻ, ആ ഒരു ടീം ബിൽഡിംഗ്, അതിന് അപ്രോപ്രിയേറ്റ് ടൈമുകളിൽ എക്സിക്യൂട്ട് ചെയ്യുക, അതിന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുന്ന ചലഞ്ചസിനെ നേരിടുക എന്നുള്ളൊരു ചലഞ്ചസ് ഒരു സ്റ്റാർട്ടപ്പിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഞാൻ നോക്കിക്കാണാനിട വന്നു. അതിൽ കംഫർട്ടബിൾ ആയതും കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ് ഇത് തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ മുന്നിലേക്ക് വരാനുള്ള കാരണം. അല്ലാണ്ട് പ്രത്യേകിച്ചൊരു അജണ്ടയൊന്നും ഉണ്ടായിരുന്നില്ല. ഗോയിസി എന്ന് പറയുന്ന കമ്പനി ആയിരുന്നില്ല ഇതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ. കമ്പനി 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ പേര് ആസാദ് പവർ എന്നായിരുന്നു. ഗോയിസി എന്ന് പറഞ്ഞ പേരിലേക്ക് പിന്നീട് ഒരു 6 months 8 months കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പേര് സ്വിച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ഗോയിസിയുടെ ബാനറിലുണ്ട്. ഇതിലേക്ക് ഗോയിസിയിൽ ഞാൻ എങ്ങനെ എത്തിപ്പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു വളരെ രസകരമായൊരു കഥയാണ്. ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലാണല്ലോ ജോലി ചെയ്യണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ NRIസിനെയും പോലെ നാട്ടിൽ വന്ന നമുക്കറിയാവുന്ന ബിസിനസ് എന്താണ്? സ്ഥലം മേടിക്കുക, ഫ്ലാറ്റ് മേടിക്കുക, സ്ഥലം വിൽക്കുക. ഇതാണല്ലോ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് AP ജാഫർ പട്ടാമ്പിയിൽ നിന്നുള്ളൊരു പുള്ളി എൻ്റെ ഒരു പ്രൊജക്റ്റ് തൃശ്ശൂർ സാഗർ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിൻ്റെ പ്രൊജക്റ്റ് 15 യൂണിറ്റുള്ള പ്രൊജക്റ്റാണ്. അതിനുവേണ്ടി കോൺട്രാക്ടറായിട്ട് പുള്ളി എൻ്റെ അടുത്ത് വരികയും ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. പിന്നെ പുള്ളി തന്നെയാണ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ജേണിയിൽ ജാഫർ ഈസ് എ വെരി വെരി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ജാഫർ എന്ന് പറയുന്നത്. ജാഫറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബേസിക്കലി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി തന്നെയാണ് പുള്ളി. പിന്നെ അവരുടെ കുടുംബ ബിസിനസ് കുറേ വർഷങ്ങളായിട്ട് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് പുള്ളിയും അത് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ പുള്ളിയായിട്ടുള്ള ഈ ഒരു 3 yearsൻ്റെ ജേണിയിൽ ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ പല പുതിയ ബിസിനസ്സിനെ കുറിച്ചും പല ചലഞ്ചസിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ രണ്ടുപേരും 2 വ്യത്യസ്ത മേഖലകളാണല്ലോ. അങ്ങനെയാണ് ശരിക്കും ഗോയിസി അല്ലെങ്കിൽ ആസാദ് പവർ എന്ന് പറഞ്ഞ ആശയത്തേക്ക് വരുന്നത്. ഈ ആശയത്തേക്ക് എത്താനുള്ള കാരണം നമ്മുടെ KSEBയുടെ ചാർജിങ് സ്റ്റേഷൻസ് ഇനീഷ്യലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാൻ ഒരു സിവിൽ കോൺട്രാക്ടർ അവർ തപ്പിയിട്ടുണ്ടായിരുന്നു. KSEB അല്ല, അത് അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗുജറാത്ത് ബേസ്ഡ് ഒരു കമ്പനിക്കാണ്, ടൈറക്സ് എന്നുള്ള പേരിലുള്ള. അപ്പോൾ ടൈറക്സിൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ടൈറക്സിൽ വർക്ക് ചെയ്യുന്ന ഓണറിൻ്റെ ഒരു ഫ്രണ്ട് മലയാളിയുണ്ട്. അദ്ദേഹം എൻ്റെ തൃശ്ശൂർ താമസിക്കുന്ന കോളനിയിലുള്ള ഒരാളാണ്. കണ്ണൻ നായർ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട് 60-70ഓളം പല പല ലൊക്കേഷനിലായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യണമെന്ന്. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റിന് വേണ്ടി മുൻകൈയിട്ട് ഇറങ്ങിയത് ജാഫറാണ്. അപ്പോൾ ഗുജറാത്തുകളായിട്ട് സംസാരിച്ചു. അന്ന് ഞാനില്ല, ഞാൻ എന്തോ അത്യാവശ്യമായിട്ട് ഖത്തറിലേക്ക് ഒരു വർക്കിന് വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോൾ ജാഫർ പറഞ്ഞു, ആ പ്രൊജക്റ്റ് നമുക്ക് വയബിൾ ആവില്ല, ഏത് സിവിലും സ്ട്രക്ചറും വയബിൾ ആവില്ല, നമ്മൾക്ക് വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട് ചാർജിങ് എന്ന് പറഞ്ഞ് ഞങ്ങളതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഗുജറാത്തേക്ക് ഫ്ലൈറ്റ് എടുത്ത് പോയി ആ കമ്പനിയുടെ എക്സ്ക്ലൂസിവിറ്റി കേരളത്തേക്ക് മേടിച്ചു കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലും ഇത് അൾട്ടിമേറ്റ്ലി പാർട്ട്ണർഷിപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും 2 മതവിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ, 2 കൾച്ചറിൽ നിന്ന് വരുന്നവർ, 2 എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങൾ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു 3 to 4 yearsൻ്റെ ജേണി കൺസ്ട്രക്ഷൻ്റെ സമയത്തുള്ള റാപ്പുമാണ് ബിസിനസ്സിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എടുക്കാൻ കാരണം. പിന്നെയാണ് കറക്റ്റായിട്ടുള്ളൊരു ബിസിനസ് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അങ്ങനെ 4 വർഷം മുമ്പ് തുടങ്ങിയ കമ്പനിയാണ് ഇന്ന് 96 സ്റ്റാഫുകളുള്ള കമ്പനിയായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. അന്ന് ഞങ്ങളൊരു കോവർക്കിംഗ് സ്പേസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ചാർജർ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത് ഒബ്രോൺ മാളിലാണ്. കേരളത്തിലെ ഏറ്റവും പഴയ മാളാണ് ഒബ്രോൺ മാൾ. ആ ചാർജർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞങ്ങൾ ഏകദേശം 6 മാസം സമയമെടുത്തു. കാരണം ഞങ്ങൾക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയില്ല, ഇത് വളരെ ന്യൂ ബിസിനസ് അല്ല. എന്തായാലും ആ ലെസൺസ് ലേണും ആ
മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് മുന്നിലേക്ക് വന്നത്. ഡെഫിനറ്റ്ലി കമ്പനിയുടെ വിജയം എന്ന് പറയുന്നത് കമ്പനിയുടെ ടീം തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഞങ്ങൾക്കൊരു ബഞ്ച് ഓഫ് ചാം ആയിട്ടുള്ള, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള, നല്ല പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങളെ വളർത്തുന്നത്. ഇപ്പോൾ കമ്പനി ബാംഗ്ലൂർ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഓണം കഴിഞ്ഞാൽ ഇനോഗ്രേറ്റ് ആവുന്നു. പിന്നെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നേപ്പാളിലും ബിസിനസ് ഉണ്ട്. നേപ്പാളിൽ ഞങ്ങളൊരു ജോയിൻറ്റ് വെഞ്ചറാണ് ചെയ്യുന്നത്. അവിടുത്തെ ഒരു 30 വർഷം പഴക്കമുള്ള ഒരു ഹൈഡ്രാ പവറിലുള്ള കമ്പനിയുമായിട്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അവിടെ ഗോയിസി മെർക്കൻറ്റൈൽ എന്നുള്ളതാണ്. അവിടെ ഓൾറെഡി ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 40 ചാർജേഴ്സിൻ്റെ ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഗോയിസിയുടെ ചുരുക്കം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചിരുന്ന ഒരു EV ചാർജിങ് പോയിന്റ് ബിസിനസിന്റെ സാധ്യതകളെക്കുറിച്ചും അതിലേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള സംശയങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പം ഈ സംസാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി പേർ ഇങ്ങനൊരു ബിസിനസ്സിലേക്ക് കടന്നു വരട്ടെ, നിങ്ങൾ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.